ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ആദ്യം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 4 മണിക്കാറ്റ് എന്ന സ്ഥലത്ത് നല്ല അടിപൊളി കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നല്ലോണം കടകളുണ്ട്, അവിടേക്കും ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ നമ്മൾ ആലപ്പുഴയിലേക്കൊക്കെ പോകണം ഒരു ഫീലൊക്കെ കിട്ടും. നമുക്ക് ഇത്രയും ഒരുപാട് ദൂരമില്ല ആലപ്പുഴയിലേക്ക് പോകാൻ. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഒരത്യാവശ്യം നമുക്കൊരു ആലപ്പുഴയ്ക്ക് ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അതായത് ചാവക്കാട് ഭാഗത്ത്, ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ കായൽ തീരത്തൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വഞ്ചിയുണ്ട്, ഫെഡൽ ബോട്ടുകളുണ്ട്, ഫാമിലിക്കുള്ള വഞ്ചികളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ തരം വഞ്ചികളും ബോട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. എന്തായാലും ഒന്ന് എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നല്ലോണം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം കളിക്കാനുള്ള കിടിലൻ സ്പോട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ അതിനൊന്നും അധികം പൈസ വരുന്നില്ല. നമുക്ക് എൻട്രൻസ് ഫീൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം എൻട്രൻസ് ഫീന് നിസ്സാര പൈസയെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ലോണം അടിച്ചു പൊളിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടെ ഇച്ചും മോളൊക്കെ ഇങ്ങനെ ഓരോന്നിലും കയറി അടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കാനാണെങ്കിലും ആൾക്കാരൊപ്പം അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല സേഫ്റ്റിക്ക് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ബോട്ടിങ്ങിനാണെങ്കിലും ശരി, അത് എന്താ പറയുക, ട്രെയിനേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരെയും ശ്രദ്ധിക്കാനും ഇതിനേക്കും. പിന്നെ വൈകുന്നേരത്തേക്ക് ഇവിടേക്കും വന്നാൽ നമുക്ക് നല്ലൊരു വൈബാണ് കിട്ടുക കേട്ടോ. അതായത് നമുക്ക് മനസ്സിനും അതേപോലെ എന്താ പറയുക, നമ്മൾ വെറുതെ ഇരിക്കും വീട്ടിലെപ്പോഴും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് വന്നാൽ അടിച്ച് പൊളിച്ച് കളിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നല്ലോണം തിമിർത്ത് പോവാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വഞ്ചിയിൽ കയറാം. അതല്ല ഈ 2 പേർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ഫെഡൽ ബോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ തരം എല്ലാതും ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് കുട്ടികളെ ഒറ്റയ്ക്ക് ഫെഡൽ ബോട്ടിലൊന്നും കയറ്റില്ല, അതിന് നമ്മൾ രക്ഷകർത്താക്കളെ ഒപ്പം വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ലോണം അങ്ങനെ എന്താ പറയുക, വെടിക്കെട്ട് പോലെ നല്ല ലൈറ്റും അതൊക്കെ മുകളിലേക്ക് നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നേരെ ഇരുട്ട് പിടിച്ച സമയത്തായിരുന്നു. നമ്മൾ വൈകുന്നേരമാണ് പോയത്. പിന്നെ നമ്മൾ വന്ന അവിടേക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നല്ലോണം ഒന്ന് ഇരുട്ട് വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഫെഡൽ ബോട്ടുകളിലൊക്കെ ചേർന്നാൽ ഈ 2 പേരൊക്കെ അല്ലേ കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വഞ്ചിയിൽ കയറി കേട്ടോ. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് വഞ്ചിയിൽ പോകാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വഞ്ചിയിൽ കയറിയിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് കറങ്ങാൻ പറ്റി കേട്ടോ. നല്ല അത്യാവശ്യം കറങ്ങാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. അത്യാവശ്യം എല്ലായിടത്തേക്കും കുറേ നേരം അവർ മൊത്തം റൗണ്ട് അടിച്ചു കേട്ടോ. നമുക്ക് ഇരുട്ട് വന്ന് തുടങ്ങി. ഇരുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരമാണ് പോയത്, പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോൾ നല്ലോണം ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഹെസമോളും ഈ ചുട്ടനൊക്കെ നല്ലോണം അങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ചും കൊണ്ടാണ് അവിടെ എന്താ പറയുക, നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും വഞ്ചിയിലേക്ക് കയറി ആർമതിച്ച്, സിയാക്കളാണെങ്കിൽ പിന്നെ എല്ലാവരും ആരെങ്കിലും ഇല്ല പറഞ്ഞാലും അവനെ പിടിച്ച് വലിച്ച് കയറ്റും. എസമോള് കണ്ടില്ല, എസമോൾക്ക് അടക്കം ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട് കേട്ടോ. അവരുടേതായ ട്രെയിനേഴ്സൊക്കെ എല്ലാവിടെയും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഒന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അപ്പോഴത്തേനും ഒരു ഫോണൊക്കെയും വന്ന് അതിൽ എന്താ പറയുക, വീഡിയോ കോളൊക്കെയും ചെയ്ത് വർത്തമാനം പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അടിച്ച് പൊളിച്ച് തിമിർത്തു എന്ന് തന്നെ പറയാം കേട്ടോ.
ഈ സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരിടാണ്. അതായത് നമ്മൾ പോലെ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അധികം ഇങ്ങനെ എന്താ പറയുക, അവിടെ കുറേ എന്താ കുറേ അങ്ങനെ ഓവറാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ എന്ന് പറയാം. അതായത് അവിടെ ഉള്ള സ്ഥലത്ത് തന്നെ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെയും കൊടുത്ത് ഒന്നും ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെയാണ് എല്ലാവരുടെയും നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെയും പോയി, പിന്നെ തിരിച്ച് കയറി പിന്നെയും പറഞ്ഞ പോലെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിനും പിന്നെ അവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഇരുന്ന് ബോട്ടിൽ നിന്ന് മോളിക്ക് കയറുമ്പോഴേക്കും കുട്ടികൾക്കും കുഞ്ഞൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വിഷയമല്ല. പിന്നെ എന്താ 4 മണിക്കാറ്റ് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ എല്ലാവരും ഇവിടെ നിരന്നിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ 4 മണിക്കാറ്റ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചുട്ടന് പിന്നെ കളിപ്പാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഭ്രാന്താണ്, എന്തെങ്കിലും അവൻ വാങ്ങിപ്പിക്കും. അങ്ങനെ കളിപ്പാട്ടൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നല്ലോണം വർത്താനൊക്കെയും പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ബെല്ലൈക്കൺ അമർത്തണേ. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഗുഡ് ബൈ.